അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഓട്ടോ ഫയൽസ് എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീടിനകത്താണ് കേട്ടോ കുക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമ്മളിത് നല്ല അടിപൊളി ഒരു ചിക്കൻ പെരട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി നമുക്കിനി നല്ല വത്തലമുളക് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. വത്തലമുളകൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് സവോളയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റി എടുക്കാം. ഒരു മീഡിയം പരുവത്തിൽ വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ബാക്കി കുറച്ച് ഇൻഗ്രീഡിയൻസുകളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്കൊരു മീഡിയം പരുവത്തിൽ വഴുന്നളം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പം തീച്ചിട്ട് കൂടുതലൊക്കെ ആണെങ്കിൽ സവോളയും ഇതൊക്കെ ഒന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യം ഉപ്പിടാൻ മറന്നു പോയതാണ് കേട്ടോ. ആദ്യം തന്നെ സവോള ഇട്ടപ്പോൾ ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടിയേനെ. നമ്മുടെ സവോളയൊക്കെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വഴന്ന് വന്നിട്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 സവോളയും കൂടെ മിക്സിയിലിട്ട് നമ്മൾ ഒന്ന് അടിച്ചെടുത്താണ്. അത് നമുക്ക് ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വറ്റിച്ച് ഇതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ പെരട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം ഗ്രേവി ഒന്നും ഇല്ലാതെ ചിക്കൻ അത് വെള്ളമൊന്നും ചേർക്കാതാണ് നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ജാറ് കഴുകിയ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നിടം വരെ നല്ലപോലെ ഒന്ന് നമുക്ക് ഇത് വഴറ്റിയെടുക്കണം. നമുക്കിത് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ വഴറ്റിക്കൊണ്ടിരുന്ന സവോളയൊക്കെ നല്ലപോലെ വഴന്ന് നമ്മൾ ചാറ് കഴുകി വെച്ച വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം മല്ലിപ്പൊടി ചേർക്കാം. നമ്മളിത് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ കുറച്ച് ഗരം മസാലകൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റി മസാലപ്പൊടികളും മുളക് പൊടിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നാലേ നമ്മുടെ ആ ചിക്കന് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ പെരളൻ പരുവത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വെള്ളമൊന്നും ഒഴിക്കാതെ പെരളൻ പരുവത്തിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് നല്ലപോലെ ഒന്ന് പൊടികളൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം. നമുക്ക് നല്ലപോലെ പൊടികളൊക്കെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. നമ്മുടെ പൊടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. നമ്മളിത് ഒരു മീഡിയം പരുവത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നാലേ നമുക്ക് ഈ വെള്ളം ഒഴിക്കാതെ വേവിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലപോലെ ആവിയിലൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മസാലയായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. നല്ലപോലെ ഇളക്കി നല്ലപോലെ പുരട്ടിയെടുക്കണം കേട്ടോ, ചിക്കനിലൊക്കെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി. നമ്മൾ നല്ലപോലെ ഒന്ന് ആയാസപ്പെട്ട് ഇളക്കിയാൽ ഇതെല്ലാം നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടത്തുള്ളൂ കേട്ടോ. ചുമ്മാ ഇളക്കിയിട്ട് കാര്യമില്ല. നമ്മളെ പാത്രം ഇച്ചിരി ഒരു ചിക്കന് കറക്റ്റ് അളവ് ഉള്ള പാത്രം കേട്ടോ, അതുകൊണ്ട് ഇച്ചിരി ടൈറ്റും. ഇനി നമുക്കൊന്ന് തത്തിപ്പൊത്തി ഒന്ന് വെച്ച്, തത്തിപ്പൊത്തി നമ്മളിവിടെയൊക്കെ പറയും കേട്ടോ, അങ്ങനെ ഒന്ന് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി ഒരു പാത്രം വെച്ച് അടച്ച് വെച്ച് നല്ല ആവിയിൽ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന്
വെന്തെടുക്കാം. നമ്മളിടയ്ക്ക് പാത്രം ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ, അളന്ന് മാറി, കാരണം മറ്റേ അളത്തിന് കറക്റ്റ് സൂട്ടല്ലായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി, നമ്മളൊരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. നമ്മളിപ്പം ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം വെള്ളം കുറവായതുകൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. മഴക്കാലം തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ലല്ലോ. നമ്മൾ പൊതുവേ ചെയ്തുകൊണ്ടിരുന്നെല്ലാം പുറത്താണല്ലോ കുക്കിങ് ചെയ്തുകൊണ്ടിരുന്നത്. മഴ കാരണം നമുക്ക് കുക്കിംഗ് ഒന്നും നടക്കുന്നില്ല. ഒത്തിരി നാൾ കൂടിയാണ് നമ്മൾ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിങ്ങനെ നല്ലപോലെ തത്തിപ്പൊത്തി വെച്ച്, ശരിക്കും ബ്രോയിലർ കോഴി ആയതുകൊണ്ട് നമുക്ക് അധിക സമയം വേണ്ട വെന്ത് കിട്ടാൻ വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കണ്ടു, വീണ്ടും നമ്മളൊരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് അടപ്പ് തുറന്നപ്പോൾ തന്നെ വീണ്ടും വെള്ളം നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടി സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അവസാന ഭാഗത്ത് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടോ നല്ലത്, കാരണം കുരുമുളക് പൊടി അവസാനം ഇടുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. നമ്മൾ ആദ്യം മസാല വഴറ്റുന്ന കൂടുതലൊക്കെ കുരുമുളക് പൊടി ഇട്ടാൽ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടത്തില്ല. അപ്പം നമ്മുടെ ചിക്കനൊക്കെ വെന്ത് അത്യാവശ്യം നല്ല ഡ്രൈ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ കുറേ നേരം കൂടെ ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചുകൊണ്ടിരുന്നാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നല്ല ഫ്രൈ പരുവമായി. ഇനി കുറച്ചുകൂടെ നല്ലപോലെ കറുത്ത് വരും. പക്ഷേ വിശക്കാൻ തുടങ്ങി, ഉച്ചയായി. അതുകൊണ്ട് നമ്മൾ ശകലം ചോറ് കൂട്ടി കഴിക്കാവുന്നതുകൊണ്ട് ഇരിക്കുക കേട്ടോ. ഈ ഒരു പരുവായപ്പോൾ തന്നെ അതിൻ്റെ മണം അടിച്ചപ്പോൾ തന്നെ കഴിക്കാനുള്ള ഒരു ത്വര വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നല്ല കുത്തരി ചോറിൻ്റെ കൂട്ടത്തിൽ, കുത്തരി ചോറെന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല നാടൻ റേഷനരി കേട്ടോ, നല്ല റേഷനരിയുടെ കൂട്ടത്തിൽ നമ്മളൊന്ന് കഴിക്കാൻ പോകട്ടോ. ഇന്ന് റേഷനരിയുടെ കൂട്ടത്തിൽ ചിക്കൻ കറിയും നല്ല അടിപൊളി ചക്കക്കുരു മസാലക്കറി കേട്ടോ. ഇപ്പം ചക്കയുടെ സീസണൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ചക്കക്കുരു മസാലക്കറിയൊക്കെ ആയിരിക്കും. നല്ല കിഡിലൻ ടേസ്റ്റായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ നല്ല ഒരു അടിപൊളി ചിക്കൻ പെരട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റുകളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. பொழுதிங்கு கடவுள் தன் முகம் பார்த்த பொழுது